കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് പിടികൂടിയ കടുവയെ ഉടൻ തുറന്നുവിടില്ല. വനത്തിൽ തുറന്നുവിടാനുള്ള ആരോഗ്യം കടുവയ്ക്കില്ലെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. വെറ്ററിനറി ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. അരുൺ പൂപ്പറമ്പ് നൽകും കണ്ണൂരിൽ നിന്നും പുതിയ വിവരങ്ങൾ. അരുൺ, നിലവിൽ കടുവയ്ക്ക് എന്താണ് ആരോഗ്യ പ്രശ്നമായി പറയുന്നത്? ഒപ്പം തന്നെ എപ്പോഴായിരിക്കും കടുവയെ വനത്തിൽ തുറന്നുവിടാൻ സാധിക്കുക? ഇപ്പോൾ ആറളത്തെ വനം വകുപ്പിന്റെ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാണ്. വെറ്റിനറി ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘം ഈ ആനയെ കടുവയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഈ കടുവയെ എന്ത് ചെയ്യണം, ഇതിന്റെ തുടർ നടപടി സംബന്ധിച്ച് വനംവകുപ്പ് ഒരു തീരുമാനത്തിലേക്ക് എടുക്കൂ. നിലവിൽ വനത്തിലേക്ക് തുറന്നുവിടേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. കാരണം പൂർണ്ണ ആരോഗ്യവാനല്ല ഈ കടുവ എന്ന പരിശോധനയ്ക്ക് ശേഷം അങ്ങനെയുള്ള ഒരു നിഗമനത്തിലേക്കാണ് വനം വകുപ്പ് എന്തായാലും എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പിവേലിയിൽ കുടുങ്ങിയ ഘട്ടത്തിൽ ഈ കടുവക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ പരിക്ക് സാരമുള്ള പരിക്കായി കണ്ടിരുന്നില്ല. എന്നാൽ ഈ ഉൾവനത്തിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വനം വകുപ്പ് എടുത്തിട്ടുള്ള തീരുമാനം അങ്ങനെയാണ്. എന്തായാലും ഡോക്ടേഴ്സിന്റെ വിദഗ്ധ പരിശോധന റിപ്പോർട്ട് എന്താണ് സംബന്ധിച്ചായിരിക്കും പിന്നീട് വനംവകുപ്പിന്റെ തീരുമാനമുണ്ടാകുക. എന്തായാലും ഇപ്പോൾ ആറളത്തെ വനംവകുപ്പിന്റെ കേന്ദ്രത്തിൽ ഈ കടുവ നിരീക്ഷണത്തിലാണ്. ഇന്ന് നമുക്കറിയാം, രാവിലെ ഈ ജനവാസ മേഖലയായിട്ടുള്ള പന്ന്യാമലയിൽ ഈ കൃഷിയിടത്തിലെ ഒരു കമ്പിവേലിയിലാണ് ഈ കടുവ കുടുങ്ങിയത്. പിന്നീട് ഏറെ നേരത്തെ ദൗത്യത്തിന് ശേഷമാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടിയത്. മറ്റ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. കമ്പിവേലിയിൽ കുടുങ്ങിയത് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി മയക്കുവെടി വെക്കാൻ സാധിച്ചു. കൃത്യ ഇടവേള, അതായത് മയങ്ങിയ ഇടവേളയ്ക്ക് ശേഷം ഈ കൂട്ടിലേക്ക് മാറ്റി പിന്നീട് അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. സ്ഥിരമായി വന്യമൃഗങ്ങളുടെ ശല്യം അവിടെയുണ്ട്. ആന, കടുവ ഉൾപ്പെടെ അവിടെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കടുവയെ പിടികൂടിയെങ്കിലും വനാതിർത്തിയോട് ചേർന്ന മേഖലയാണ്. മറ്റു മൃഗങ്ങളും സ്ഥിരമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നാട്ടുകാർ അത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എത്തി അത്തരത്തിലുള്ള ചില ആശങ്കകൾ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കടുവയെ വനത്തിൽ ഇറക്കി വിടരുത്, മൃഗശാലയിലേക്ക് ഉൾപ്പെടെ മാറ്റുന്ന തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഇനി എന്തായാലും ഈ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ ഈ കടുവയെ എന്ത് ചെയ്യണം എന്ന് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തും. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.